ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നാളെ കാണാൻ പോകുന്ന സീനിലെ പ്രധാനമായിട്ടൊരു സീനാണ്, ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ്. നമ്മുടെ ഹരി വരികയാണ് കൈതക്കൽ തറവാട്ടിൽ. അപ്പം പോലീസ് ഹരിനെ കൈതക്കൽ തറവാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തോ ചെയ്യാനും നോക്കാനും ഒക്കെയാണ്, പ്രതികളെ അങ്ങനെ കൊണ്ടുവരുമല്ലോ. അപ്പം അങ്ങനെ കൊണ്ടുവരുവാണ്. അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് സിറ്റുവേഷൻസും നമ്മുടെ കമലയുടെ പ്രതികരണവും, കമല നാണം കെട്ട് വെളുത്തു പോകുന്ന ഒരു അവസ്ഥ, മനുവാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. മനു പോലീസുകാരോട് സ്വന്തം അനിയനെ കുറിച്ച് ഇങ്ങനെ പറയുമോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ആട്ടോ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൈജ അറിയാൻ പോവുകയാണ് രോഹിത് പോലീസ് പിടിയിലാകാൻ കാരണം എന്താണെന്നൊക്കെ വൈജയും അറിയാൻ പോവുകയാണ്. ആ ഒരു ഷോക്ക് വൈജയിൽ ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റങ്ങളും നമ്മുടെ വൈജയ്ക്ക് സംഭവിക്കാൻ പോകുന്നതും ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും തമ്മിലുള്ള ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല. നിങ്ങളെല്ലാം നാളത്തെ വിശേഷം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്നറിയാം. നമുക്ക് കുറച്ച് ലേറ്റ് ആയി പോയി. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ മനു കമലയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കമല നിന്ന് വിയർക്കുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ മുത്തശ്ശിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. മുത്തശ്ശി അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും തന്റെ കൊച്ചുമകനാണല്ലോ, രക്ഷപ്പെടുത്തണമല്ലോ എന്നൊരു ചിന്തയാണ് മുത്തശ്ശിക്കുള്ളത്. പക്ഷെ മനുവിന് അവിടെ അതൊന്നും ഇല്ല കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെല്ലാരും കൂടെ സംസാരിച്ചിട്ട് അവനെ ഇന്ന് കൊണ്ടുപോകണമല്ലോ, വീട്ടിലെ കൊണ്ടുപോയേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരിയോട് വണ്ടി കയറണ മര്യാദയ്ക്കെന്നും പറഞ്ഞ് ഹരിനെ ലോക്കപ്പിനകത്ത് നിന്ന് വലിച്ചഴച്ചിട്ടാണ് ഹരീനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ വലിച്ചഴച്ച് ഹരീനെ കൊണ്ടുവന്നു. ഹരീനെ കൊണ്ടുവന്നിട്ട് പോലീസ് ജീപ്പിൽ കയറ്റിയിട്ട് നീ എന്താടാ ചെയ്തതെന്ന് നിനക്ക് അറിയാമോടാന്ന് ചോദിക്കുമ്പോൾ ഒരു കൂസലും ഇല്ലാതെ ആ ബോഡി ലാംഗ്വേജിലൊക്കെ വെറും പുച്ഛമായിട്ടാണ് തോന്നുന്നത്. ആ ഒരു രീതിയിൽ വെറും പുച്ഛത്തോടു കൂടിയാണ് നമ്മുടെ ഹരി പോലീസുകാരെ നോക്കുന്നതൊക്കെ. അപ്പൊ പോലീസുകാര് ലാത്തി വെച്ച് ഇങ്ങനെ തട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയാ, ഇവിടെ താടിക്കത്ത് തട്ട് കൊടുക്കുന്നുണ്ട്. നിന്റെ അഹങ്കാരം തീർന്നില്ലടാ, നിന്റെ പൈസ വെച്ചൊന്നും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു പാവപ്പെട്ട പെണ്ണിനെ അല്ലടാ നീ ക്രൂരമായിട്ട് ചെയ്തത്. എടാ നിനക്ക് നാണം ഉണ്ടാടാ, നിന്റെ കാമുകയാണ്, നീ കൊണ്ടുപോയി ചെയ്തിരുന്നെങ്കിലും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ നീ കാഴ്ചവെച്ചത് നിന്റെ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയല്ലടാ, നിന്റെ അമ്മയും പെങ്ങളെയും നീ കൂട്ടുകാരന്മാർക്ക് വിൽക്കില്ലെന്ന് ആരാടാ കണ്ടതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ടും ഹരീനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് പോലീസുകാര് നേരെ പോലീസ് ജീപ്പ് ചെന്ന് നമ്മുടെ കൈതക്കൽ തറവാട്ടിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെയുള്ള ചുറ്റുപാടുമുള്ള കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ തടിച്ചു കൂടിയായിരുന്നു. അപ്പോഴത്തേക്കും പോലീസുകാര് രണ്ടുമൂന്ന് പേര് അവരെ എല്ലാം കൂടെ ഓടിച്ചിങ്ങനെ വിടുകയാണ്. അങ്ങനെ അരികിൽ നിന്ന് അവരെയൊക്കെ പോലീസുകാർ അടിച്ചു മാറ്റിയിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നു. മോളിൽ ബാൽക്കണിയുടെ അവിടെ നിന്ന് നമ്മുടെ മനു ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ കമല ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മകൻ വന്നേക്കുന്നത് കണ്ടില്ലേ, മകനെ താലപ്പൊലി എടുത്ത് സ്വീകരിച്ച് അകത്ത് കയറ്റ്. മകന് കാവൽക്കാരായിട്ട് എത്ര പേരാ വന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു അവസരം ആർക്കെങ്കിലും കിട്ടും? ഇതുപോലെ ഒരു ഇതവസരമൊന്നും ആർക്കും കിട്ടത്തൊന്നുമില്ല. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുക, ആരതി ഒഴിഞ്ഞ് അങ്ങോട്ട് അകത്ത് കയറ്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ കോളിംഗ് ബെല്ല് വന്ന് അടിച്ച ഉടനെ തന്നെ നമ്മുടെ മനു ആണ് വാതിൽ തുറക്കുന്നത്. മനു വാതിൽ തുറന്നതും ഞങ്ങൾ ഇവിടെ വന്നത് ഇവന്റെ റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, പരിശോധിക്കണം, അതിനു വേണ്ടിയാ ഇവനെയും കൊണ്ട് ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ നോട്ടീസൊക്കെ കാണിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനെ അകത്ത് കയറ്റി അതായത് ദേഹത്ത് ഒരു ബനിയനോ അങ്ങാണ്ട് മാത്രം ഉള്ളെന്ന് തോന്നുന്നു. ആ ഒരു രീതിയാ, ദേഹം മൊത്തം ചതച്ചു വെച്ചിട്ടുണ്ട്. കാണുമ്പോ തന്നെ അറിയാം അത്യാവശ്യം നമ്മുടെ അങ്ങനെ ചതയില്ലെങ്കിൽ പോലും കാണുമ്പോൾ തന്നെ അറിയാം വളരെയധികം അവശനായിട്ടാണ് നമ്മുടെ ഹരി ഉള്ളത്. അപ്പൊ ഹരി ആണെങ്കിൽ അകത്ത് കയറി ഉടനെ തന്നെ നമ്മുടെ കമല ഹരിനെ നോക്കുകയാണ്. ഹരി കമലേനെ നോക്കി, കമല പൊട്ടി എന്റെ മോനേന്ന് പറഞ്ഞ് പൊട്ടി കരയാൻ തുടങ്ങി. അടുത്ത് ചെല്ലാൻ എത്തുമ്പോഴത്തേക്കും പോലീസുകാർ മാറി നിൽക്കുക. മോനോ? ആരുടെ മോന്? നാണം ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ആരുടെ മോനാണ്? നിങ്ങളുടെ മോനാണോ? അതെ, ഇവനെ കൊണ്ട് ഞാൻ പലതും പറയിപ്പിച്ചു. ഇവന് നിങ്ങളുടെ കുടിച്ച മുലപ്പാല് സഹിതം ഇവൻ ഛർദ്ദിച്ചിട്ടുണ്ട്. സകല കാര്യം ഇവൻ പറഞ്ഞിട്ടുണ്ട്. മകനെ വളർത്തുമ്പം അല്ലെങ്കിൽ മക്കളെ വളർത്തുമ്പം മാന്യമര്യാദയായിട്ട് വളർത്തണം. ഇവിടെ ഉണ്ടല്ലോ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ അഴിച്ചുവിട്ട് പണത്തിന്റെ പേരിൽ കുങ്കുണ്ടാക്കി എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവനെ പോലെ ഉള്ളവനോടൊക്കെ ജീവനോടെ കത്തിക്കുക. നാട്ടുകാർക്ക് ഇട്ടുകൊടുത്താൽ അറിയാലോ
ഇവനെയൊക്കെ കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ കമല ഭയങ്കരമായിട്ടും ഒരു കരച്ചിലോടൊക്കെ കൂടി തന്നെ നമ്മുടെ ഹരീനെ നോക്കുന്നുണ്ട്. അങ്ങനെ മനു സാറിന് എന്താന്ന് വെച്ചാൽ ചെയ്യാം, സാറിനിപ്പം എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇവിടെ കുഴപ്പമില്ല, എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാനുള്ളത് നോക്കാം എന്നൊക്കെ പറയാണ്. തെളിവെടുപ്പിന് കൊണ്ടുവന്നാണ് കണ്ടാണ്ട്, തെളിവെടുപ്പിന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരില്ല, അപ്പൊ അങ്ങനെ കണ്ടു കൊണ്ടുവന്നാണ്. അങ്ങനെ ഹരിയോട് പറയാം നിന്റെ റൂമിലേക്ക് പോടാന്ന് പറയാ. അങ്ങനെ ഹരി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിൽ ചെന്നിട്ട് പോലീസുകാർ എന്തൊക്കെയോ തപ്പോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനു പറയുന്നുണ്ട് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറേ ഇവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കമലയാണെങ്കിൽ ഹരീനെ ഇങ്ങനെ മനുവിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. സ്വന്തം അനിയനെ ആണല്ലോ ശിക്ഷ മേടിച്ച് കൊടുപ്പിക്കാൻ നിൽക്കുന്നത് എന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ മനുവിനെ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ മനു പറയുന്നുണ്ട് ഇവൻ ആരാണ്, ഇവൻ എന്താണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം സാറേ, ഇവൻ എന്റെ അനിയനൊക്കെ ആയിരിക്കാം, പക്ഷേ ഇവൻ ഒരു പെണ്ണിനെ പിച്ച് ചീന്തിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഇവന് പട്ടിക്കിട്ട് കൊടുക്കുന്നത് പോലെ ഇട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ ശിക്ഷ അനുഭവിച്ചിരിക്കണം. അതിന് യാതൊരു ഇതുമില്ല. ഇതിപ്പോ എന്റെ അനിയനാണെങ്കിലും എന്റെ അച്ഛനാണെങ്കിലും എന്റെ അമ്മയാണെങ്കിലും കുറ്റവാളിയാണെങ്കിൽ ഈ ക്രൂരത ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ശിക്ഷ അനുഭവിച്ചിരിക്കണം എന്ന് തന്നെ പോലീസുകാരനോട് പറയുന്നുണ്ട്. അപ്പൊ ആ പോലീസുകാരന് ഒരു ചെറിയ രീതിയിൽ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ, മനുവിനോട് ഒരു ബഹുമാനമൊക്കെ തോന്നുന്നുണ്ട്. വലിയ രീതിയിലല്ല, എന്നാലും ഇത്രയൊക്കെ പറയുമ്പോൾ ആർക്കാണെങ്കിലും തോന്നുമല്ലോ ഒരു ബഹുമാനം. അങ്ങനെ പോലീസ് എന്തൊക്കെയോ വന്ന് തപ്പിപ്പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട് മനുവിനെ അല്ല സോറി ഹരിയെ. അപ്പൊ ഈ സൈഡിൽ തന്നെ നമ്മുടെ കമല പോയ ഉടനെ ചോദിക്കുക നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, അവനെ എങ്ങനെയെങ്കിലും പോലീസുകാർക്ക് പൈസ കൊടുത്തിട്ട് തല്ല് കിട്ടിപ്പിക്കാതെയല്ലേടാ നോക്കേണ്ടത്, പക്ഷെ നീ എന്താടാ കാണിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു പറയുന്ന നാണമുണ്ട്, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഏതറ്റം വരെ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അതുപോലെ ഞാൻ ചെയ്യും. എന്റെ അനിയനാണെന്നുള്ള യാതൊരു ദാക്ഷിണ്യവും ഞാൻ അവന് കൊടുക്കത്തില്ല. കാരണം അവൻ ഈ വീട്ടിലെ കുടുംബത്തിലെ ഒരാളെ തന്നെ ആദ്യം കയറി പിടിച്ചത് അലീനെ. അന്ന് അലീന കാരണം അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഇങ്ങനെ നടന്നത്. പക്ഷെ അന്ന് അലീനെ കയറി പിടിച്ചതിന് അലീന കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അലീന 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 നിനക്ക് അവളുടെ കാര്യം അറിഞ്ഞാൽ മാത്രം മതിയല്ലോ, നിനക്ക് വേറെ ആരുടെയും കാര്യം അറിയണ്ടല്ലോടാ എന്ന് പറയാം. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അലീനയെ കയറി പിടിച്ച കഥയൊക്കെ ഹരി പറയുന്നുണ്ട്. കാരണം ഇവന്മാരുടെ ചതയും തല്ലും ഒക്കെ അത്രമാത്രം ഉണ്ടല്ലോ പോലീസുകാര്. ശരിയാണ്, പണ്ട് കുടിച്ച മുലപ്പാൽ വരെ ഛർദ്ദിപ്പിക്കുന്ന രീതിയിലുള്ള ഐഡിയാസ് ഒക്കെ ഇവന്മാരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അലീനയെ കയറി പിടിച്ചൊരു കഥയും പുറത്താവുകയാണ്. അതായത് അലീനയെ കയറി പിടിച്ചു, അലീനയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നമ്മുടെ ഹരി തന്നെ പറയുന്നുണ്ട്. ഹരിയോ രോഹിത്തോ ഒക്കെ പറയുന്നുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ബേസില് നമ്മുടെ അലീനയെ പിടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ അത് നാളെ കാണിക്കുന്നില്ല കേട്ടോ. അലീനയെ പിടിച്ചോണ്ട് പോകുന്ന ലോക്കപ്പിൽ ഇടാനൊന്നും അല്ല, തെളിവെടുപ്പിന് വേണ്ടി. പക്ഷെ അലീനയുടെ പേരോ അങ്ങനെയൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നാണക്കേടാകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അലീനയെ രക്ഷിക്കാൻ വേണ്ടി മനു പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. നമ്മുടെ അലീനയാണെങ്കിൽ ഈ കാര്യം സമ്മതിക്കുന്നില്ല കേട്ടോ. അലീന സമ്മതിക്കുന്നില്ല. അലീന സമ്മതിച്ചാൽ മാത്രമല്ലേ എന്നെ കയറി പിടിച്ചു എന്ന് ഇപ്പം ഞാൻ സമ്മതിച്ചാൽ മാത്രമാണല്ലോ അതൊരു കുറ്റമാവത്തുള്ളൂ. പക്ഷെ അലീന അവിടെ സമ്മതിക്കുന്നില്ല. അതും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ സ്ട്രോങ് ആവുമല്ലോ കേസ്. അപ്പൊ അതുകൊണ്ട് അലീന അവിടെ സമ്മതിക്കുന്നില്ല. നാളെ ആ ഒരു സീനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി അകത്ത് കിടന്ന് എടി കമലയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ കമല ചെന്നിട്ട് എന്താ തള്ളി ഇവിടെ കിടന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത് അവിടെ ആരാ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേറെ ആരുമല്ല, ഹരീനെ കൊണ്ട് പോലീസുകാരാ വന്നതെന്ന്. ഹരീനെ കൊണ്ട് പോലീസുകാർ ഇവിടെ വന്നെന്നോ? അതെ വന്നൂന്ന്. എന്നിട്ടതേ നിങ്ങളുടെ കൊച്ചുമോനുണ്ടല്ലോ പൊന്നാര മനു, അവൻ എന്റെ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തെന്ന് അറിയാമോ? അവൻ എന്റെ വയറ്റിൽ തന്നെ പിറന്നാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് ശേഷം നമ്മുടെ ശിവൻ വിളിക്കുകയാണ് കേട്ടോ. ശിവൻ വിളിക്കുകയാണ്. ശിവൻ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞ് അറിഞ്ഞു. അപ്പൊ ഇവിടുത്തെ കൂട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ വിളിക്കുകയാണ്. അപ്പൊ ശിവൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്, ജാമ്യം കിട്ടുമോ, ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ, രക്ഷിക്കണ്ടേന്ന് പറയുമ്പം അച്ഛന് നാണമില്ലേ അച്ഛൻ എന്താ പറയുന്നത്, ജാമ്യത്തിൽ ഇറക്കാനോ? ഈ പോസ്പോ കേസിന് ജാമ്യം കിട്ടുന്ന തോന്നുന്നുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു പെങ്കൊച്ചിനെ അച്ഛന്റെ സ്വന്തം മകൻ കൊണ്ടുപോയി ഒരു പെങ്കൊച്ചിനെ, അതും ആ പെങ്കൊച്ച് എത്ര വിശ്വസിച്ച് അവന്റെ കൂടെ അന്ന് പോയത്, അന്ന് കൊണ്ടുപോയി കൂട്ടുകാരന്മാർക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴേ അത് ചില്ലറക്കാരിയല്ല. പോസ്പോ കേസിന്റെ കൂടെ എന്തൊക്കെ കേസുകൾ പെടുന്നറിയാമോ? അതുകൊണ്ട് മകനെ രക്ഷിക്കാനൊന്നും ഇപ്പൊ അച്ഛൻ നോക്കണ്ട, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മുടെ നിന്റെ ചോരയല്ലേടാ അവൻ എന്റെ മോനല്ലേ, എന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും വേണ്ട നിർത്ത്, അല്ല പറ്റുമെങ്കിൽ കയറി വാ, അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾ കയറി വന്നിട്ട് പുറകെ നടന്നോ, അല്ലാതെ ഈ വക നാണം കെട്ട കേസിന് എന്നെ കിട്ടത്തില്ല, ഞാൻ നടക്കത്തില്ല എന്ന് തന്നെ മനു പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്.
അപ്പൊ ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനുമാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനോട് ഗോവർദ്ധൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പത്രത്തിലൊക്കെ ന്യൂസ് അത്യാവശ്യം മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതും വീട്ടുപേരും ബാലചന്ദ്രന്റെ പേരൊക്കെ വെച്ച് തന്നെയാണ് വരുന്നത്. ആ ഒരു പത്രം നമ്മുടെ ബാലചന്ദ്രൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സംസാരിക്കുന്നു. പിന്നെ കടകളൊന്നും ഇപ്പൊ തുറക്കണ്ട, എല്ലാ കടകളും പൂട്ടിയിടുക, അലീന പറയുന്നത് അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. പിന്നെ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ തന്നെ ശ്രമിക്കുക, അങ്ങനെയല്ലേ സ്വന്തം അച്ഛൻ വിചാരിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്. ഒരു നല്ല വക്കീലിനെ കണ്ടിട്ട് അപ്പൊ വക്കീലിനെ വെച്ചു കേട്ടോ. നമ്മുടെ ഗോവർദ്ധന വക്കീലിന് ഒരു നല്ല വക്കീലിനെ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ജാമ്യം കിട്ടത്തില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. പിന്നെ നമ്മുടെ രോഹിത് തെറ്റുകാരനുമല്ല, ഏതായാലും നല്ല വക്കീലാണെങ്കിൽ അത് തെളിയിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയനെയാണ് കേട്ടോ. അപ്പൊ വൈജ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈജയും ന്യൂസ് അറിയാണ്. അപ്പൊ വൈജയന് മാക്സിമം നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വിടുകയാണ്. അതായത് വൈജയനെ അറിയിക്കാത്ത ഉള്ള രീതിയിൽ എല്ലാ സംഭവങ്ങളും മാറ്റി മാറ്റി വിടുകയാണ്. പത്രമോ ഫോണോ അതുപോലെ തന്നെ ടിവിയോ ഒന്നും കാണിപ്പിക്കാതെ മാറ്റി മാറ്റി ഇങ്ങനെ വിടുകയാണ്. അപ്പൊ മാറ്റി മാറ്റി വിടുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു നേഴ്സോ സിസ്റ്റർ ആകാണ്ട് ഏതോ സിസ്റ്ററാന്ന് ഒന്ന് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും ആ ചെറുക്കന്മാർക്ക് എങ്ങനെ തോന്നി ഒരു പെണ്ണിനെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട്, എന്നാലും ഇത് ഇച്ചിരി കഠിനം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വൈദ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ളവർക്കറിയാം ഈ ബാലചന്ദ്രന്റെ മകൻ രോഹിത് ആരാന്നും ഈ നെടുമ്പുരയ്ക്കൽ വീട്ടുപേര് ഇതൊക്കെ അവർക്ക് അറിയാന്നുള്ള കാര്യം തന്നെ. അപ്പൊ അവർക്കറിയാം ഈ കിടക്കുന്ന നമ്മുടെ വൈജയുടെ മകനാണ് രോഹിത് എന്ന്. പക്ഷെ നേഴ്സുമാർ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറയുന്നത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വൈജയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതായാലും വൈജ താമസിക്കാതെ തന്നെ അറിയുകയാണ്, സത്യങ്ങളൊക്കെ അറിയുകയാണ്. നമ്മുടെ വൈജയും അറിയാൻ പോവുകയാണ്. അപ്പൊ വൈജയും കാണാൻ പോവുകയാണ്. രോഹിത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വൈജയും അറിയാൻ പോവുകയാണ്. ഇതിനോടൊപ്പം തന്നെ അവിടെ നിന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, വൈജയനെ എത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും വൈജയോട് എത്ര പകയുണ്ടെങ്കിലും ഒക്കെ ബാലചന്ദ്രൻ അവിടെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഒരിക്കലും വൈജ ഈ കാര്യം ഇപ്പൊ അറിയാൻ പാടില്ല, അവളിപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ആ ഒരു സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും. കാരണം വൈജ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി പ്രശ്നം തന്നെ ആയിരിക്കും. ഏതായാലും വൈജയ്ക്ക് ഇത് തന്നെ വേണം. ഇത്രയും നാളും ഓരോ ക്രൂരത ചെയ്ത് 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 ലാസ്റ്റ് എന്തെങ്കിലും തിരിച്ചടിയൊക്കെ കിട്ടണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം രോഹിത് നിരപരാധിയായിട്ട് പോലും ഇപ്പൊ രോഹിത്തും ആ കുറ്റം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ അലീന ശരണ്യ എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന്റെ കോളനി ഏതാണ്, ആ പെങ്കൊച്ച് എവിടെയാണ് താമസിക്കുന്നത്, ആ പെങ്കൊച്ചിനെ ഒന്ന് കാണണമല്ലോ. അപ്പൊ അലീന ബാലചന്ദ്രന്റെ മകളാണെന്നോ അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിന്റെ പെങ്ങളാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന വേറൊരാളായിട്ട് ചെന്ന് ശരണ്യനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പെങ്കൊച്ചിപ്പം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ. അപ്പൊ പെട്ടെന്ന് ആ ഒരു ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ കൊച്ചും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആ കൊച്ചിനെ എന്തൊക്കെയോ അവന്മാര് ചെയ്ത് ഒന്നാമത് മനസ്സ് തളർന്നു പോയിട്ട് ഇരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്കൊന്നും കുത്തിക്കയറി ചോദിക്കാനും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ അലീന അതിന് മുതിർന്ന് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. മിസ് ചെയ്ത് കളയരുത്. നമ്മൾ എന്നും രാവിലെ കറക്റ്റ് ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഫുൾ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ജിൽജിൽ ചിന്നുവിലാണ് ചെയ്യുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയൊരു ഓപ്ഷനാണ് ഹൈപ്പ്. അപ്പൊ ഹൈപ്പ് നമ്മുടെ കമന്റിന്റെ ആ ഒരു സെക്ഷനിൽ തന്നെയാണുള്ളത്. അപ്പൊ ഹൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഓരോരോ മാർക്കുകൾ പോലെ ഇങ്ങനെ 120 അങ്ങനെയൊക്കെ നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് നിങ്ങൾ അതൊന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. അപ്പം അതും നമുക്ക് ഒരുപാട് സഹായകരമാകും നമ്മുടെ വീഡിയോ റീച്ച് ആകാൻ വേണ്ടി. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.